ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നൊരു വലിയ സന്തോഷമുള്ളൊരു ദിവസമല്ലേ? സംഭവം വേറൊന്നുമല്ല, ഞങ്ങളുടെ മോള് കുഞ്ഞിക്കിളി ഉണ്ടായതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ച് അറിയുന്നത്. പക്ഷെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ നാൾ മുതൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളുകളായിരുന്നു ഇവർ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ളൊരു വീഡിയോ ആണത്, അല്ലേ? പിന്നെ കാരണം ദിവസമാണ് എൻ്റെ മോളുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും, അവളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, എല്ലാ ദിവസത്തിലും ആദ്യമായിട്ട് വിഷസ് അറിയിക്കുന്നതും അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും അതിനുവേണ്ടി എപ്പോഴും വിളിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള അല്ലേട്ടനും രഞ്ജി ചേച്ചിയും. അപ്പം ഞാൻ രഞ്ജി ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. രഞ്ജി ചേച്ചിനെ എനിക്കറിയാം. എന്നെ കാണാൻ വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് കാട്ടാക്കടയാണോ നെടുമങ്ങാട് ഞാൻ ഒരു വർക്കിന് ചെന്നപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും കൂടെ എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നു. അന്നാണ് കുഞ്ഞിക്കിളിക്ക് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതല്ല പിന്നെ. അപ്പോൾ അതിന് ശേഷം ഇന്ന് ഈ പ്രാവശ്യം വിഷു അല്ലേ, 14-ാം തീയതി വിഷുവാണ്. അപ്പോൾ വിഷുവിനുള്ള ഗിഫ്റ്റുമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ സർപ്രൈസായിട്ട് അനിച്ചേട്ടനും രഞ്ജി ചേച്ചിയും കൂടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഒരുപാട് സന്തോഷം. കാരണം വീണാമ ഫസ്റ്റ് ടൈമാണ് ചേച്ചീനെ ചേട്ടനെയും കാണുന്നത്, അല്ലേ? അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പം കുഞ്ഞിക്കിളിക്ക് കൊണ്ടുവന്ന കുറേ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ആ സമ്മാനങ്ങൾ നമുക്കതൊന്ന് കണ്ടാലോ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയുടെ സ്വാഗതം കേട്ടോ. കമോൺ, ഞാൻ വീഡിയോ ചെറിയ വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ വീട് കൊന്നപ്പൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊന്നും ഞങ്ങൾ തുറന്നു നോക്കിയില്ല. ഫസ്റ്റ് ഗിഫ്റ്റ് ചേച്ചി തന്നെ കുഞ്ഞിക്കിളിനെ ഇടിയിച്ചു കേട്ടോ. കുഞ്ഞിക്കിളി ഉറങ്ങിയില്ലേ? കാണിക്കണം. ഫസ്റ്റ് ഗിഫ്റ്റ് വിഷുവിന്റെ ഗിഫ്റ്റാണ്. കുഞ്ഞിക്കിളിയുടെ വിഷുവിന്റെ ഫസ്റ്റ് വിഷു ചേച്ചിയുടെ പണിക്കത് തുടങ്ങിയതാ. അപ്പൊ ചേച്ചി കൊണ്ടുവന്ന വിഷു കോടിയാണ് കേട്ടോ. ചേച്ചി കൊണ്ടുവന്ന വിഷു കോടിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്തു നോക്കടി കാണിച്ച്. കുഞ്ഞിക്കിളിക്ക് ഇട്ടുടുപ്പ്. ഇത് കുഞ്ഞിക്കിളിക്കുള്ള ഉടുപ്പാണേ. കുഞ്ഞിക്കിളിക്ക് ചേച്ചി ബർത്ത്ഡേക്ക് മേടിച്ചത് ബേബി പിങ്ക്. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്കിളിക്ക് പിങ്ക് കളറിടുന്നത്. ഈ കുഞ്ഞിക്കിളിയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയും. ഈ ചേച്ചിക്ക് ഈ മോളോടുള്ള ഇഷ്ടം എന്നാണെന്നറിയോ? അതായത് ചേച്ചിയുടെ മകന്റെ മോളുണ്ട്, അവരിവിടെ ഇല്ല. അപ്പൊ ഈ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിക്കിളിയുടെ കളിയൊക്കെ കാണുമ്പോ ആ മോളെ കൂട്ടാ. അവര് കാനഡയിലാ. പിന്നെ ഇപ്പൊ ഇട്ട ഉടുപ്പിന്റെ ബണ്ണ്. ഇതൊക്കെ വിഷുവിന് ഇടിക്കും ഞാൻ കേട്ടോ. എല്ലാം കുഞ്ഞിക്കിളി ചേച്ചിയുടെ ഗിഫ്റ്റ് ആയിരിക്കും. ഉടുപ്പ് നിങ്ങൾക്ക് എന്താ ചേച്ചിനെ കാണിക്കാതെ? ചേച്ചി അത് അവരുടെ പ്രൈവസി അല്ലേ, നമ്മള് കാണിക്കാൻ. ഞങ്ങൾ ഇന്ന് കാണിക്കാനുള്ള ദിവസം വീഡിയോ അല്ലേ ഏട്ടാ? ഇത് കാണുമ്പോ സത്യം സങ്കടം കൂടെ വരും. എന്നാലും അത് ഞാൻ ചേട്ടൻ പ്രത്യേകം പറയും കരയില്ല വീഡിയോക്ക് എത്തുന്നത്. അതുകൊണ്ട് കരയാതെ പറയെന്തേലും. പിന്നെ തീർച്ചയായിട്ടും പണ്ട് ഒരു സിനിമയില് നരസിംഹം സിനിമയ്ക്കകത്ത് നമ്മുടെ കനക പറയുന്നൊരു ഡയലോഗ്, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നതിൻ്റെയാണ് ദൈവം നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ കുഞ്ഞിക്കിളിയുടെ ഡ്രസ്സാട്ടോ ഇത്. ക്യൂട്ടായിരിക്കും. കാണിച്ചു കൊടുത്തില്ലല്ലോ. ഇതൊന്നും പുള്ളി കണ്ടില്ല കേട്ടോ, പുള്ളി ഉറക്കത്തിലാണ്. ചേച്ചി വന്നപ്പോഴേ എടുത്ത് ഉടുപ്പ് ഇടിച്ചങ്ങ് കിടത്തി. പക്ഷെ അവര് വന്നപ്പോ ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചു. പക്ഷെ
തിരക്കായിരുന്നു ചേച്ചിക്കും ചേട്ടനും. പിന്നെ പാവമുണ്ട്, തിരുവനന്തപുരത്ത് 8:30 അവർ ഇറങ്ങിയത്. ഇത് എനിക്കുള്ള ഗിഫ്റ്റ്. കുറെ കമ്മൽ, എനിക്ക് കുറെ വീഡിയോ ഒക്കെ ചെയ്യാൻ കുറെ കമ്മലൊക്കെ ചേച്ചി എല്ലാ പ്രാവശ്യവും എനിക്ക് എന്തെങ്കിലും കാണും. പിന്നെ ഇട്ടേക്കുന്ന ചേച്ചി മേടിച്ചതാ കേട്ടോ. എന്റെ കമ്മൽ കളക്ഷൻ കുറെ ഇങ്ങനെ കാണിച്ചാ പോരെ കേട്ടോ, ഓരോ വീഡിയോ കാണിക്കാം. കുറെ കമ്മല്, പിന്നെ വിഷു കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കാണിച്ചത്. അതെന്റെ അൻവിയേട്ട തന്ന അത് ഞാൻ കാണിക്കത്തില്ല. ഇനി സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇവിടെ എന്താ ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിട്ട്. അല്ല പിന്നെ മേടിച്ചത്. പിന്നെ ഇത് ഇത്ര എനിക്കും എന്റെ കുഞ്ഞിക്കിളിക്കും ജിനു കോട്ടയ്ക്കുള്ള ജിനുക്കോട്ടയ്ക്കുള്ള ഗിഫ്റ്റുകളാണ് ഇതെല്ലാം. എനിക്കോ എന്തോ കണ്ടോളെ എന്തുവായിരിക്കും. ഉഴുന്നു വട, ഉള്ളിവട, ഇതെല്ലാം എന്റെ ചേട്ടായിരിക്കും. പിന്നെ കുഞ്ഞിക്കിളിയുടെ ഫസ്റ്റ് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? മുട്ടായി. ഇതാണ് ഫസ്റ്റ് ചേട്ടന് ചേച്ചി നമുക്ക് കൊടുത്ത ഗിഫ്റ്റ്. ഇത് എന്റെ ചേട്ടായിക്ക് ഇഷ്ടമുള്ള സാധനം. ഇത് എപ്പോഴാ ഇഷ്ടമെന്ന് അറിയാമല്ലോ, അറിയാലോ. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നപ്പോഴാ ഇത്രേ സാധനമാണ്. പിന്നെ കഴിഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിക്കത്തില്ല. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയത് കാണട്ടെ. വന്നോ കിച്ചണിലോട്ട് പോ. അവര് പോയിട്ടേ ഒന്നും എടുത്ത് വെച്ചില്ല കേട്ടോ. നിങ്ങളോർക്കും ഇങ്ങനെ ഡർട്ടി ആയിട്ട് കിടക്കുവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളെന്ത് കാണിക്കും, ഒന്ന് കാണിച്ചേട്ടോ. നല്ല കപ്പ വേവിച്ചത്, അമ്പടാ നല്ല സുന്ദരം മീൻകറി അല്ലോ. പിന്നെ അയ്യോ മീൻ വറുത്താണോ ഇത്? ഇതായിരുന്നു കിളിമീനായിട്ട്. കിളിമീനായിരുന്നു. പിന്നെ മോര് കറി, പിന്നെ ഇവിടെ ക്യാബേജ് തോരൻ. പക്ഷെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു. പക്ഷെ ഒരുപാട് സത്യം പറഞ്ഞ ചേച്ചിനെ മെസ്സേജ് അയച്ചു, കമന്റ് ഒക്കെ എനിക്ക് ഇടുമ്പോഴും ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പേ പരിചയക്കാരുണ്ട്. ചേച്ചി എൻ്റെ കൂടെ വന്ന് ചേച്ചി സത്യം പറഞ്ഞാൽ പൊതിഞ്ഞു കൊടുത്തു വിടുമായിരുന്നു മീൻകറി കപ്പയൊക്കെ. എൻ്റെ സ്വന്തം ചേച്ചിയോട് ഞാൻ പറയാം, നമുക്കൊരു കൂടപ്പറപ്പുണ്ട് എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ എന്നെ കെയർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത്, എൻ്റെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് എന്നെ ഏറ്റവും ഇഷ്ടം അറിയാവുന്നൊരു ചേച്ചി. ചേട്ടനും ഒരുപാട് സന്തോഷം. ചേട്ടന്റെ പെങ്ങക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോഴേ എന്റെ കണ്ണെന്ന് നിറഞ്ഞിട്ട് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. അപ്പൊ ചേച്ചിയുടെ മോനെ പണ്ട് ഇതുപോലെ ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇതുപോലെ എൻ്റെ വീണാമ്മയുടെ ബർത്ത്ഡേക്ക് എന്ന് എൻ്റെ വീണാമ്മയുടെ ബർത്ത്ഡേക്ക് എന്ന് എൻ്റെ കയ്യിലൊന്നും പൈസയൊന്നും ഇല്ല. ഞങ്ങൾ അന്ന് വീണാമ്മയുടെ ബർത്ത്ഡേക്ക് അന്ന് ഒരു വലിയ ഗിഫ്റ്റുമായിട്ട് ഒരാൾ വന്നു. ആരാന്ന് ചോദിച്ചാൽ എൻ്റെ എല്ലാമായ ബിബിൻ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നെഞ്ചു പൊട്ടി കരഞ്ഞു പോയ ദിവസം അവനാണ് ആദ്യമായിട്ട് എൻ്റെ വീണാമ്മയ്ക്ക് അവനാണ് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നത് എൻ്റെ വീണാമ്മയ്ക്ക്. കാരണം അന്നൊന്നും എൻ്റെ കൈ പൈസ ഒന്നുമില്ല. ആദ്യമായിട്ട് കേക്ക് മേടിച്ചത് അവനാണ്, ബിബിനാണ്. പിന്നെ എന്താ പറയാ, ബിബിൻ മാത്രമല്ല, അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവളുടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചതിന് ശേഷം ആദ്യത്തെ ബർത്ത്ഡേയില് ഭയങ്കര രസമായിട്ട് ഇവളെ എന്നാ ഇനി പറയുന്നത് മുങ്ങിയിട്ട് ഞാനും ബിബിനും ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ടായിരുന്നു. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഞങ്ങളെ വിട്ടുപോയി. ഗിരീഷ് എന്ന് പറയും. ഗിരീഷ് ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നായിരുന്നു അന്ന് ഇവർക്ക് വേണ്ടി ഗംഭീര ഗിഫ്റ്റ് ഞങ്ങൾ ഒരുക്കിയത്. 12 മണിയാകുമ്പോഴത്തേക്ക് കഥക് തല്ലിപ്പൊളിച്ചേച്ച് കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തു. അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു.
അതിനുശേഷം ഇതുപോലെ വീണ നമുക്കൊരു ഗിഫ്റ്റ് തന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ ശരത്ത് ഓണക്കോടി അത് ഇതുപോലെ തന്നെ അതും ഇതുപോലെ തന്നെ ഓണത്തിന് ശരത്ത് വന്നിട്ട് ഇന്ന് കുഞ്ഞായിട്ടില്ല, ഞാൻ പ്രഗ്നന്റ്. അതെ, അന്ന് എൻ്റെ ശരത്തിനൊക്കെ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു തരണമെന്നൊക്കെ എല്ലാവർക്കും നമ്മളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഈ പറയുന്ന ശരത്തിനെയും ബിബിനെ എല്ലാവർക്കും അറിയാം. ശരത്തേട്ട കൊണ്ട് തന്നെ എനിക്ക് ചുരിദാറും ഇവക്ക് ചുരിദാറിന്റെ തുണി, ചേട്ടായിക്ക് എനിക്ക് മുണ്ടും ഷർട്ടും. ഞാൻ ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. ഇതുണ്ട്, ഞങ്ങളുടെ ഈ സോഫ ഉണ്ട്. ഈ സാധനം മേടിച്ചിടണേ ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ എല്ലാമായ ശരത്തിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞടാ, നീ എനിക്കൊരു ഇരിപ്പിടം തന്നില്ല, ഞങ്ങൾ ഇന്ന് ആ ഇരിപ്പിടം മാറ്റി, നീ തന്ന ഇരിപ്പിടത്തിന് ദൈവം ഞങ്ങൾക്ക് തന്നോട്ടെ. ഈ ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ തറയിലായിരുന്നു. ഞാൻ പ്രഗ്നന്റ് കൂടെ അല്ലേ, തറയിലായിരുന്നു കിടക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഹൗസ് ഓണർ ചേട്ടനും ചേച്ചി, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, ഫസ്റ്റ് ഒരു കട്ടില് മേടിച്ചവര്. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്കൊന്നും ഇല്ലാത്തോണ്ടൊക്കെയാണ് നമ്മള് ബുദ്ധിമുട്ട്. ഒന്നുമില്ലല്ലോ, വർക്കൊന്നും ഇല്ലല്ലോ, പാവം. പിന്നീട് ഞങ്ങൾക്ക് കട്ടില് മേടിച്ചു തന്നു. പിന്നെ ശരത്തേട്ടനൊക്കെ താമസിച്ച് ഞങ്ങൾ ഓപ്പോസിറ്റ് ആയിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾക്ക് 3 കസാര കൊണ്ട് തന്നു. ഞങ്ങൾ കളയത്തില്ല, എവിടെ പോയി ഞങ്ങളെ കസാര. പക്ഷെ ഞങ്ങളിപ്പോ ആ കസാരയിൽ തുടങ്ങിയ ജീവിതമാണ് ഞങ്ങളുടെ. പിന്നെ ഇത് ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ ശരത്തിനോട് പറഞ്ഞ, ശരത്തെ ഇത് ഞാൻ ഇന്നോലെ വേറൊരു സംഭവം നമ്മൾ മേടിച്ചു കിട്ടുന്നു. ഇത് മേടിച്ചപ്പോൾ ശരത്തിനും എൻ്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. കാരണം ഇതൊക്കെ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ. എന്നിട്ട് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിക്കുന്ന അതുപോലെ വേറെ സൂത്രം കാണിക്കുക. ഞാൻ ഒരു വീഡിയോ ഇടണമെന്ന് ഓർത്ത്, എന്നാലും പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരുന്നു, അതൊക്കെ ഞാൻ തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിന് ശേഷം കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടേ, ഇതൊക്കെ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു സ്റ്റാൻഡും മേടിച്ചത് തന്നെ. ഇതെനിക്ക് മികച്ച ഹാസ്യതാരത്തിന് കിട്ടിയ പുരസ്കാരം. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു, ശുഭാനന്ദ ആശ്രമത്തിൽ നിന്ന് കിട്ടിയത്. ഇത് അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ, എനിക്കും അനീഷ് കാവലിനും മികച്ച കോമഡി റിയാലിറ്റി ഷോ പെർഫോമേഴ്സ് അനീഷ് കാവൽ ജിനു കോട്ടയം പൂവച്ചൽ ഖാദർ അവാർഡ്. ഇത് ഞാൻ വരച്ച ഒരു ചിത്രമാണ്. ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ. അതെ, ഇനി ഞങ്ങളുടെ വീട്ടിലെ 2 അതിഥികളെയും കൂടെ ഞാൻ വിളിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്. 2 ഉണ്ടായിരുന്നേ, ഇതിനകത്ത് 3 ഉണ്ടായിരുന്നേ, ചത്തു. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾ. അപ്പം ഇത് പറയാൻ കാരണം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് സന്തോഷം. നമുക്ക് കൂടെ എപ്പോഴും ഇല്ലെങ്കിലും അവരെയൊക്കെ ഒരു ഫോൺ കോൾ മതി കേട്ടോ. ഏറ്റവും സന്തോഷം, ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം, നമ്മുടെ ചാനൽ തുടങ്ങിയപ്പം മുതലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മളെ അറിയുന്ന ഒരാൾ ഇന്ന് നമ്മളോട് ഉണ്ട് കേട്ടോ, നമ്മളെ അറിഞ്ഞവർ മാത്രം. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും എൻ്റെ മാത്രമല്ല ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു സന്തോഷം വരാൻ നേരത്ത് ഞാനത് കൂടുതലും നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ തകർന്നു വന്ന സമയങ്ങളിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളെ സന്തോഷിപ്പിച്ച് ഈ ടെൻഷൻ അടിക്കണ്ട, എല്ലാം സെറ്റാകും എന്ന് പറഞ്ഞു തന്ന നമ്മൾ കാണാത്ത കുറേ സഹോദരങ്ങളുണ്ട് ഈ യൂട്യൂബിലും ഒക്കെ ആയിട്ട്. അവർക്ക് അല്ലേ, അവരോട് നന്ദി പറഞ്ഞിട്ട് പിന്നെ ആരോട് നമ്മൾ നന്ദി പറയണ്ടേ അല്ലേ? നമ്മുടെ എല്ലാ ഫ്രണ്ട്സ് ചങ്സ്, ഞങ്ങളുടെ പുറത്തുള്ള ഞങ്ങളുടെ സ്വന്തം പേരൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ കുറെ ഫാമിലീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യസ്ര, അവളെ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റുമല്ലോ. അതെ അതെ അതെ, അയ്യോ അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ അവരെന്നൊക്കെ പറയുന്നത് നമുക്ക് അല്ലാതെ ഫ്രണ്ട്സ് എന്ന് പറയാം, നമ്മുടെ സഹോദരങ്ങളെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ മനസ്സിലാക്കിയ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ സെറ്റ് ആകുന്നെന്നും പറഞ്ഞിട്ട് നമ്മളെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഈ രഞ്ജി ചേച്ചിയുണ്ട്, പിന്നെ ഞങ്ങൾക്ക് വേറെ രഞ്ജി ചേച്ചിയുണ്ട് കേട്ടോ, അടൂരുള്ള. ഞങ്ങളെ കാണാത്ത, യൂട്യൂബ് പോലും തുടങ്ങാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടുള്ള നമ്മുടെ രഞ്ജി ചേച്ചി. ഇപ്പൊ ചേച്ചിക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സ്, നമ്മുടെ യൂട്യൂബ് എല്ലാ ഫാമിലിയിലും എല്ലാവർക്കും അപ്പം ഞങ്ങളുടെ അഡ്വാൻസ് വിഷു ആശംസകൾ. ഞങ്ങള് ഹാപ്പി വിഷു. അപ്പം വിഷുവിന്റെ സെലിബ്രേഷൻ ഒക്കെ ഇന്ന് തൊട്ടങ്ങ് തുടങ്ങുമല്ലേ? സെലിബ്രേഷൻ ഒന്നുമില്ല, സെലിബ്രേഷൻ ഉണ്ട്. വിഷുവിനുള്ള സംഭവങ്ങൾ അന്ന് വിഷുവിനൊന്ന് രാവിലെ ലൈവ് നമ്മൾ വിടുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് തന്നെ ലൈവ് നമ്മൾ പൊളിക്കുന്നതായിരിക്കും.
അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. അതുപോലെ തന്നെ രഞ്ജേച്ചിക്കും അനുചേട്ട 1000 നന്ദി ഞാൻ പറയുകയാണ്. കാരണം ഇതെല്ലാം ഇതിന്റെ നന്ദി പറയുന്നത് വെച്ചാൽ നമ്മളെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ചാൽ അനുചേട്ടൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് വീടുകൾ നല്ല മനസ്സിന് ഉടമയോ കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അത് എന്താ പറയുന്നത് നമുക്കത് എനിക്ക് എന്റെ ഫസ്റ്റ് വിഷു കഴിഞ്ഞിട്ട് അനുചേട്ടന്റെ എനിക്ക് സത്യം പറഞ്ഞ മേടിച്ചിട്ട് എന്റെ കൈ ഇങ്ങനെ എനിക്ക് എന്തോ എനിക്ക് പറഞ്ഞപ്പോഴേ ചേച്ചി എപ്പോഴും ഒരു കരയല്ലേ കൊച്ചേ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരുപാട് സന്തോഷം. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഇതായിപ്പോ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയാ വന്നേന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും പറഞ്ഞു പിടിച്ചു വന്നു. എല്ലാവർക്കും പനിയാണ്. എനിക്ക് അതെ അതെ കുഞ്ഞിക്കിളിക്ക് പനിയാ എല്ലാവർക്കും. അതെ അതെ അതെ. എനിക്ക് ചേച്ചി ഭയങ്കര സന്തോഷം. എനിക്ക് ചേച്ചി എത്ര വർഷം യൂട്യൂബ് തുടങ്ങിയപ്പോ തൊട്ട് ചേച്ചി അതുപോലെ അറിയാം. ഞാൻ ഇന്ന് കണ്ടിട്ട് പാവമുണ്ട്. ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പേ കണ്ട പോലെ ചേച്ചി എന്നോട് വന്ന് അടുക്കളയിൽ വന്ന് പൊതിഞ്ഞ് പൊതി കെട്ടി ഞാൻ വാഴയിലേക്കകത്ത് ചേട്ടായി ഞാൻ വാഴയിലേക്കകത്ത് ഞങ്ങളത് ഇവരെല്ലാരും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടുന്ന് വേറെ രണ്ടുപേരോട് ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ വേറൊരു യാത്രയിലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോഴത്തേക്കും കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയും കുറേ കൂടെ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഇത്രയും നമ്മൾ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ നേരത്ത് അത് വലിയ പണിയായിരിക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളിതെല്ലാം വാഴയില വാട്ടിയിട്ട് അതിനകത്ത് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് പൊതിഞ്ഞ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്നാ കേസാണെന്ന് പറഞ്ഞാലും ചെന്ന് കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ. പക്ഷെ വേറെ നമ്മള് എത്രയോ വർഷങ്ങൾ മാറിയതുകൊണ്ടല്ലേ നമ്മള് എനിക്ക് ചേച്ചി ആദ്യമായിട്ട് കണ്ട ഒരു എക്സൈറ്റ്മെന്റേ ഇതാണ്. കാരണം ഞാൻ ചേച്ചിയോട് എപ്പോഴും സംസാരിക്കും. സത്യം പറഞ്ഞ വീട് മാറിയപ്പോ ഞങ്ങൾ കോട്ടയത്തിന് വന്നേ പിന്നെ ഞങ്ങൾ എപ്പോഴും ചേച്ചിയോട് കോണ്ടാക്ട് ഇല്ല. പക്ഷെ ചേച്ചി മോനെ തിരക്കല്ലേ കുഴപ്പമില്ല അങ്ങനെ പറയുന്നത് എനിക്ക് സന്തോഷം. ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിനു കോട്ടയം. ഏപ്രിൽ 5-ാം തീയതി കാരക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ച് CC പ്രദേശ് അവതരിപ്പിക്കുന്ന CC താരോത്സവത്തിൽ വലിയ വലിയ കലാകാരന്മാരോടൊപ്പം ഞാനും ഉണ്ടാകും. അപ്പം ഈ താരോത്സവത്തിന് എൻ്റെ 1000 ആശംസകൾ നേരുന്നു. താങ്ക് യു.